ആകർഷകമായൊരു കഥയുമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. ഇത് കാടിന്റെ കഥയാണ്. ഒരു കുഞ്ഞുമുനിയുടെയും ഒരു കുഞ്ഞാനയുടെയും കഥ. പച്ചപ്പാർന്ന കാടിന്റെ ആഴത്തിൽ പക്ഷികളുടെ മധുരഗാനവും കാറ്റിന്റെ ശബ്ദവും നിറഞ്ഞ ഒരു ചെറിയ ആശ്രമമുണ്ടായിരുന്നു. അവിടെ താമസിച്ചിരുന്നത് കുഞ്ഞുമുനി എന്ന ചെറുപ്പക്കാരനായിരുന്നു. മനസ്സിൽ കരുണയും കണ്ണുകളിൽ സാന്ത്വനവും നിറഞ്ഞൊരു ബാലമുനി. ഒരു ദിവസം നമ്മുടെ കുഞ്ഞുമുനി ആശ്രമത്തിന്റെ അടുത്തുള്ള പുൽമേട്ടിലിരിക്കുകയായിരുന്നു. അപ്പോഴാണ് കുഞ്ഞുമുനിക്ക് വിചിത്രമായൊരു ശബ്ദം കേട്ടു. ഇലകളുടെ ഇടയിൽ നിന്ന് കരച്ചിൽ. പേടിച്ച് ഓടുന്ന ഒരു ആനക്കുട്ടിയെ മുനി കണ്ടത്. അമ്മയെ കാണാതെ വിഷമിച്ചിരിക്കുകയായിരുന്നു ആ പാവം കുഞ്ഞ്. പേടിച്ചും ഒറ്റപ്പെട്ടും വിറയുന്ന അധികം വൈകാതെ വേട്ടക്കാര ആനക്കുട്ടിയെ തേടി അവിടെ എത്തി. ഒരു നിമിഷം പോലും ആലോചിക്കാതെ കുഞ്ഞുമുനി ആനക്കുട്ടിയെ അടുത്തുള്ള ഒരു വലിയ മരത്തിന്റെ മറവിൽ ഒളിപ്പിച്ചു. വേട്ടക്കാർ പോയപ്പോൾ കുഞ്ഞുമുനി അതിനെ സ്നേഹത്തോടെ തലോടി വെള്ളവും ഭക്ഷണവും നൽകി. ആ ആനക്കുട്ടിയുടെ കണ്ണുകളിൽ അന്നൊരു പുതിയ പ്രകാശം തെളിഞ്ഞു. ഭയത്തിന്റെ പകരം വിശ്വാസത്തിന്റെ വെളിച്ചം. ദിവസങ്ങൾ കടന്നുപോയി. ആനക്കുട്ടി പൂർണ്ണ ആരോഗ്യവാനായി. ഒടുവിൽ സുരക്ഷിതമായ ഒരു വഴിയിലൂടെ മുനി അതിനെ കാട്ടിലേക്ക് തിരികെ അയച്ചു. കുറേ ദിവസങ്ങൾക്ക് ശേഷം ആനക്കുട്ടി തന്റെ കൂട്ടത്തെ തിരിച്ചു കണ്ടു. കാടിനകത്തേക്ക് നടന്നുപോയി. കുഞ്ഞുമുനി വീണ്ടും തന്റെ ആശ്രമത്തിലേക്ക് മടങ്ങി. ദിവസങ്ങൾ വർഷങ്ങളായി മാറി. വർഷങ്ങൾ ഒരുപാട് കഴിഞ്ഞു. ഒരു ദിവസം അതേ കാടിൽ കനത്ത മഴയും കാറ്റും വീശി. മരങ്ങൾ വീണു. ആശ്രമത്തിന്റെ മതിൽ തകർന്നു. കുഞ്ഞുമുനി വെള്ളപ്പൊക്കത്തിൽ കുടുങ്ങി നിൽക്കുമ്പോൾ എന്തു ചെയ്യണമെന്നറിയാതെയായി. ആ സമയത്ത് അപ്രതീക്ഷിതമായി കാട്ടിന്റെ ആഴത്തിൽ നിന്ന് ശക്തമായൊരു ഗർജനം. അതായിരുന്നു ആ ആന. ഇപ്പോൾ വളർന്ന വലിയതും ശക്തവുമായ. അതിന്റെ നീണ്ട തുമ്പിക്കൈയിൽ കുഞ്ഞുമുനിയെ മൃദുവായി ഉയർത്തി സുരക്ഷിതമായ ആശ്രമത്തിലെത്തിച്ചു. മഴ തീർന്നപ്പോൾ കുഞ്ഞുമുനി ആകാശത്തേക്ക് നോക്കി ചിരിച്ചു. വർഷങ്ങൾക്ക് മുമ്പ് ചെയ്ത ഒരു ചെറിയ കരുണാപ്രവർത്തനം ഇന്നവർക്ക് ജീവിതമായി മടങ്ങിയെത്തിയിരിക്കുന്നു. കുട്ടികളെ, നമ്മൾ ചെയ്യുന്ന നന്മ ഒന്നും ഒരിക്കലും നഷ്ടമാകില്ല. അത് ആനയുടെ ഓർമ്മ പോലെ നിലനിൽക്കും. ഒരുനാൾ അദ്ഭുതമായി നമ്മളിലേക്കെത്തും. മോറൽ: നന്മ ചെയ്താൽ നന്മയാകും. കരുണ എപ്പോഴും വഴി കണ്ടെത്തും.